Hello everyone, welcome to today's video. Today we are going to discuss single line to ground fault. Module 2 il oru topic aanu nammal innu discuss cheyan povunathu single line to ground fault, or we can say LG fault. Okay, ivide njan oru unloaded alternator or generator, unloaded generator ആണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് LG fault on phase A ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് എന്ന് പറയുമ്പോൾ ഏത് ഫേസിൽ വേണമെങ്കിലും നമുക്ക് ഫോൾട്ട് ഒക്കർ ചെയ്യുന്നതായിട്ട് കാണിക്കാം. ആൻഡ് ഹിയർ ഞാൻ എ ഫേസിൽ ഒരു സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ഉണ്ടായതായിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് അവർ ഫോൾട്ട് കറൻറ്റ് IF. ഓക്കെ, നോർമലി ഒരു സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് എന്ന് മീൻ ചെയ്യുന്നത് ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെയാണ്. ലൈൻ ടു ഗ്രൗണ്ട് ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെയാണ്. നമുക്കറിയാം ഷോർട്ട് സർക്യൂട്ടിൻ്റെ കേസിൽ വോൾട്ടേജ് 0 ആയിരിക്കും ആൻഡ് ദ മാക്സിമം കറൻറ്റ് ഫ്ലോസ് ത്രൂ ദി ഷോർട്ട് സർക്യൂട്ട് പാത്ത്. ഓക്കെ, അതായത് ഈ കേസിൽ ഈ വോൾട്ടേജ് ഫേസ് എയിലെ വോൾട്ടേജ് 0 ആയിരിക്കും. ഓർ വി ക്യാൻ സേ ഈ നെറ്റ്വർക്കിലുള്ള കംപ്ലീറ്റ് കറൻറ്റ് ഈ ഫോൾട്ട് കറൻറ്റിൻ്റെ ഈ ഫോൾട്ട് പാത്തിൽ കൂടെ ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അതായത് ബാക്കിയുള്ള രണ്ട് ഫേസിൽ കൂടെയുള്ള കറൻറ്റ് 0 ആയിട്ട് ബാക്കിയുള്ള എല്ലാ കറൻറ്റും ടോട്ടൽ കറൻറ്റ് ഈ ഫോൾട്ട് പാത്തിൽ കൂടെ ഫ്ലോ ചെയ്യും. ഓക്കെ, ആൻഡ് ഈ കേസിൽ നമ്മുടെ ഈ എ ഫേസിൽ കറൻറ്റ് എന്ന് പറയുന്നത് IA ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ഇതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് അങ്ങനെയാണെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് VA ഈക്വൽ ടു 0. ഓക്കെ, എ ഫേസിലുള്ള വോൾട്ടേജ് 0 ആയിരിക്കും. ബി ഫേസും സി ഫേസിൽ കൂടെയുള്ള കറൻറ്റ് 0 ആയിരിക്കും. ആൻഡ് ദിസ് IF ഈസ് ദി ഫോൾട്ട് കറൻറ്റ്. ഫോൾട്ട് കറൻറ്റ് എന്ന് പറയുന്നത് IA, ഫേസ് എയിൽ കൂടെ പാസ് ചെയ്യുന്ന കറൻറ്റ് ആയിരിക്കും ഫോൾട്ട് കറൻറ്റ്. ഓക്കെ, ഇനി ഈ ബൗണ്ടറി കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റെസ്റ്റ് ഓഫ് ദ നെറ്റ്വർക്ക് അനലൈസ് ചെയ്യുന്നത്. സി, നമുക്കറിയാം IA1, IA2, IA0 എന്ന് പറയുന്നതാണ് നമ്മൾ സിമെട്രിക് കമ്പോണൻറ്റ് ഫേസസ് ആണ്. കറൻറ്റിൻ്റെ സിമെട്രിക് കമ്പോണൻറ്റ് വാല്യൂസ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ഓൾറെഡി നമ്മൾ സിമെട്രിക് കമ്പോണൻറ്റിൻ്റെ പാർട്ടിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഐ വിൽ ഓൾറെഡി പ്രൊവൈഡ് ഇൻ ദ ലിങ്ക്. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. IA1 ഈക്വൽ ടു 1/3 മൾട്ടിപ്ലൈഡ് ബൈ IA പ്ലസ് AIB പ്ലസ് A സ്ക്വയർ IC. എ എന്ന് പറയുന്നതാണ് നമ്മുടെ കോംപ്ലെക്സ് ഓപ്പറേറ്ററാണ്, കോംപ്ലെക്സ് ഓപ്പറേറ്റർ. ഓക്കെ, ആൻഡ് വിത്ത് ദിസ് ബൗണ്ടറി കണ്ടീഷൻ IB ഈക്വൽ ടു 0, IC ഈക്വൽ ടു 0, ഈ രണ്ട് ടേമും 0 ആയിട്ട് മാറും. ഓക്കെ, ആൻഡ് ബാക്കിയുള്ള ടേം എന്ന് പറയുന്നത് 1/3 ടൈംസ് ഓഫ് IA. സെയിം വേയിൽ IU2ൻ്റെ കേസിലും ഈ രണ്ട് ടേമും 0 ആയിട്ട് മാറും. റിമൈനിങ് ടൈം എന്ന് പറയുന്നത് 1/3 IA. സിമിലർലി സീക്വൻസ് നെറ്റ്വർക്ക്, അതായത് സീക്വൻസ് കമ്പോണൻറ്റ്, സീറോ സീക്വൻസ് കമ്പോണൻറ്റ്, കറൻറ്റിൻ്റെ സീറോ സീക്വൻസ് കമ്പോണൻറ്റിൻ്റെ വാല്യൂ 1/3 ടൈംസ് ഓഫ് IA ആയിരിക്കും. ഓക്കെ, ഇനി ഈ വാല്യൂസിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? IA1 equal to IA2 equal to IA0. The value will be, these three values will be equal to IA/3. ഡിനോമിനേറ്ററിലുള്ള ഈ 3 ഞാൻ RHS, ഈ ഇക്വേഷൻ്റെ RHSലേക്ക് എടുക്കുകയാണെങ്കിൽ വി ക്യാൻ സേ IA ഈക്വൽ ടു 3 ടൈംസ് ഓഫ് IA1. 3 ടൈംസ് ഓഫ് IA1. നോർമലി പോസിറ്റീവ് സീക്വൻസ് കമ്പോണൻറ്റിൻ്റെ ടേമിലാണ് നമ്മൾ ഫോൾട്ട് കറൻറ്റ് എക്സ്പ്രസ് ചെയ്യുക. ഈ കേസിൽ നമുക്കറിയാം നമ്മുടെ ഫോൾട്ട് കറൻറ്റ് എന്ന് പറയുന്നത് IA ആണ്. നോർമലി ഫോൾട്ട് കറൻറ്റ് എപ്പോഴും പോസിറ്റീവ് സീക്വൻസ് കമ്പോണൻറ്റിൻ്റെ ടേമിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ഈ IAയുടെ വാല്യൂ ഞാൻ 3 ടൈംസ് ഓഫ് IA1 എന്നാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ IB ഈക്വൽ ടു 0, IC ഈക്വൽ ടു 0 എന്നുള്ള ബൗണ്ടറി കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഇതുവരെയുള്ള അനാലിസിസ് നമ്മൾ ചെയ്തത്. ഇനി വേറൊരു ബൗണ്ടറി കണ്ടീഷൻ എന്താണ്? VA ഈക്വൽ ടു 0. ആൻഡ് വി നോ ദ വാല്യൂ ഓഫ് VA ഈസ് നത്തിങ് ബട്ട് VA1 പ്ലസ് VA2 പ്ലസ് VA0 വിച്ച് ഈസ് ഈക്വൽ ടു 0.
And for an unloaded alternator or unloaded generator, sequence networks in the values നമുക്കറിയാം. What will be the values for the sequence networks? V1 in the value എന്ന് പറയുന്നത് EA minus IA1 into Z1. And what is the value for VA2? VA2 in the value എന്ന് പറയുന്നത് minus IA2 into Z2. And what is the value for VA0? VA0 in the value എന്ന് പറയുന്നത് minus IA0 into Z0, which is equal to 0. ഈ total values നമ്മൾ 0ക്ക് equate ചെയ്യാണ്. And we have this result. What is that? IA1 equal to IA2 equal to IA0 equal to IA by 3. These three sequence components in the values same ആണ്. So if I substitute instead of IA2 and IA0, IA1 ആയിട്ട് ഞാൻ replace ചെയ്യുകയാണെങ്കിൽ we can take common term as IA1 and in the bracket Z1 plus Z2 plus Z0. ഈ ഒരു ടേമിനെ RHS of this equation കൊണ്ടുപോകുകയാണെങ്കിൽ E equal to IA1 into Z1 plus Z2 plus Z0, or we can say IA1 equal to EA divided by the term in this bracket, that is EA divided by Z1 plus Z2 plus Z0. ഇനി ഈ റിസൾട്ട് നോക്കുകയാണെങ്കിൽ IF is equal to IA, fault current is equal to current through phase A, and what is the value of this IA? IA equal to 3 times of IA1. If so, നമുക്ക് IA1 ൻ്റെ വാല്യൂ അറിയാം. So IA equal to IF equal to 3 times of EA divided by Z1 plus Z2 plus Z0. ഇതാണ് നമ്മുടെ ഫോൾട്ട് കറൻറ്റിൻ്റെ ഫോർമുല. സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിൽ ഫോൾട്ട് കറൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. ആൻഡ് ദിസ് ഈസ് ദ റിസൾട്ട് ഫോർ IA1. ഇപ്പം ഫോൾട്ട് കറൻറ്റാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വി വിൽ സീ ദി ന്യൂട്രൽ കറൻറ്റ്. നമുക്കറിയാം ന്യൂട്രൽ കറൻറ്റ് എന്ന് പറയുന്നത് സം ഓഫ് കറൻറ്റ് ത്രൂ 3 phases ആണ്. ദാറ്റ് ഈസ് neutral current IN equal to IA plus IB plus IC, and we know ഈ ബൗണ്ടറി കണ്ടീഷൻസ് അനുസരിച്ച് LG ഫോൾട്ടിലെ ബൗണ്ടറി കണ്ടീഷൻസ് അനുസരിച്ച് IBയുടെ വാല്യൂം ICയുടെ വാല്യൂം 0 ആണ്. ദാറ്റ് മീൻസ് neutral current IN equal to IA, which is equal to 3 times of IA0. പ്രീവിയസ് സെക്ഷനിൽ ഞാൻ IAയുടെ വാല്യൂ 3 times of IA1 എന്നാണ് എഴുതിയത്. ബട്ട് ഹിയർ IA0 എഴുതാനുള്ള കാരണം നോർമലി ന്യൂട്രൽ കറൻറ്റ് സീക്വൻസ് കമ്പോണൻറ്റിൻ്റെ ടേമിലാണ്, സീറോ സീക്വൻസ് കമ്പോണൻറ്റിൻ്റെ ടേമിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. സോ ന്യൂട്രൽ കറൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് IA1 IA0 എന്നുള്ളൊരു വാല്യൂ ആണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വി നോ IA1 equal to IA0 equal to IA2, which is equal to EA divided by Z1 plus Z2 plus Z0. That is neutral current IN equal to 3 times of IA0, which is equal to 3 times of EA divided by Z1 plus Z2 plus Z0. ഓക്കെ, ന്യൂട്രൽ കറൻറ്റ് ആയതുകൊണ്ടാണ് സീറോ സീക്വൻസ് കമ്പോണൻ്റ് ടേമിലേക്ക് ഇതിനെ മാറ്റി എഴുതിയത്. ഇനി LG ഫോൾട്ടിൻ്റെ സീക്വൻസ് നെറ്റ്വർക്ക്സിൻ്റെ ഇൻ്റർ കണക്ഷൻ എങ്ങനെ വരയ്ക്കണമെന്ന് നമുക്ക് നോക്കണം. ഈ ഒരു റിസൾട്ട് നോക്കുകയാണെങ്കിൽ IA1 is equal to EA divided by Z1 plus Z2 plus Z0. നോർമലി റെസിസ്റ്റൻസ് സീരീസ് ആണെങ്കിൽ നമുക്കറിയാം സം ഓഫ് ഈച്ച് റെസിസ്റ്ററിൻ്റെ ഇൻഡിവിജ്വൽ റെസിസ്റ്ററിൻ്റെ വാല്യൂ ആയിരിക്കും അതിൻ്റെ ഇക്വാലൻ്റ് വാല്യൂ. സെയിം വേ Z1 plus Z2 plus Z0 എന്നുള്ളൊരു റിസൾട്ട് വരണമെങ്കിൽ ഈ 3 വാല്യൂസും സീരീസ് ആയിരിക്കണം. ഓർ ഇൻ അതർ വേ വി ക്യാൻ സേ പോസിറ്റീവ് സീക്വൻസ് നെറ്റ്വർക്ക്, negative sequence network and zero sequence network. These 3 networks will be in series. ഈ 3 സീക്വൻസ് നെറ്റ്വർക്ക്സും സീരീസിൽ കണക്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടുന്നത്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ്
ഈ 3 നെറ്റ്വർക്കിനെയും സീരീസിൽ കണക്ട് ചെയ്തിട്ടാണ് LG fault നമ്മൾ അനലൈസ് ചെയ്യുന്നത്. Now we will see how we can draw that. So here in this interconnection of sequence networks for LG fault, we can see this part represents our positive sequence network, this is negative sequence, and this is the zero sequence network. ഈ 3 നെറ്റ്വർക്ക്സിനെയും സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന റിസൾട്ടാണ് നമുക്ക് LG ഫോൾട്ടിൻ്റെ സീക്വൻസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ 3 നെറ്റ്വർക്കിനെയും ഏത് രീതിയിൽ കണക്ട് ചെയ്താലാണ് LG ഫോൾട്ടിന് ഇക്വാലൻ്റ് ആവുക എന്നുള്ളൊരു ക്വസ്റ്റ്യന് ഈ 3 സീക്വൻസ് നെറ്റ്വർക്കിനെയും സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യും. ഈ ഒരു നെറ്റ്വർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ IA1, ഈ ഒരു സർക്യൂട്ടിലെ കറൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് IA1, ഫോർ എക്സാമ്പിൾ IA1 ആണ് ഞാനിവിടെ എടുക്കുന്നത്. IA1 ഈക്വൽ ടു വോൾട്ടേജ് സോഴ്സ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ഇംപീഡൻസ് ഇൻ സീരീസ്, ദാറ്റ് ഈസ് IA1 ഈസ് ഈക്വൽ ടു EA ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z2 പ്ലസ് Z0. നമുക്ക് മുമ്പ് കിട്ടിയ സെയിം റിസൾട്ട് തന്നെയാണ് ഈ സർക്യൂട്ടിൽ നിന്നും കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇതിന് LG ഫോൾട്ടിൻ്റെ ഇൻ്റർകണക്ഷൻ ഓഫ് സീക്വൻസ് നെറ്റ്വർക്ക്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ 3 കറൻറ്റും IA0, IA2, IA1 എന്ന് പറയുന്നത് ഈക്വൽ ആണ് എന്നുള്ളൊരു റിസൾട്ടും നമുക്ക് ഈ നെറ്റ്വർക്കിൽ നിന്ന് നമുക്ക് കിട്ടും. സെയിം വേ VA1ൻ്റെ വാല്യൂ EA മൈനസ് IA1 ഇൻറ്റു Z1, VA2 എന്ന് പറയുന്നത് മൈനസ് IA2 ഇൻറ്റു Z2, VA0 എന്ന് പറയുന്നത് മൈനസ് IA0 ഇൻറ്റു Z0. എല്ലാ റിസൾട്ടും ഈ ഒരു നെറ്റ്വർക്ക് നമുക്ക് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈക്വലായിട്ട് തന്നെ കിട്ടും. അതുകൊണ്ടാണ് നമ്മളിതിനെ ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ വി വിൽ സീ വിത്ത് അനദർ വീഡിയോ ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ. താങ്ക് യു.